ഹലോ! അപ്പോൾ ഏവർക്കും നല്ല നേരം കുടുംബത്തിൻ്റെ ഓണാശംസകൾ. ഞങ്ങളും ഓണമായിട്ട് ഒന്ന് പുറത്ത് പോകാം, സദ്യ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു. ഇത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫസ്റ്റ് ലുക്ക് കാണിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ടുപേരും രണ്ടിടത്ത് നിന്ന് ഒരുങ്ങിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് പോകാം കൂടുതൽ ഓണവിശേഷങ്ങളിലേക്ക്. ഹലോ, ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ ഓണമായിട്ട് എല്ലാവരുടെയും പരിപാടി എന്തൊക്കെയാണ്? ഞങ്ങൾ രാവിലെ 7 മണിക്ക് എണ്ണിച്ചു. എന്നിട്ട് എന്നെ രാവിലെ തൊട്ട് ഇരുത്തിയേക്കുക. തുണി തേച്ചതവള. തുണി തേച്ച് കഴിഞ്ഞിട്ട് രാവിലെ തൊട്ട് ഇരിക്കുക. ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ച 10 മണിയായി. ഇനി സദ്യ എപ്പ കഴിക്കുമെന്ന ഒത്തിരിയായി. വിശന്നിട്ടാണ് കണ്ണുകാണാൻ വയ്യ. ഒരു ഓണമൊക്കെ അല്ലേ ഉള്ളൂ. നമ്മൾ ഓണമൊക്കെ അല്ലേ നമ്മള് കേരളീയർ ഏത് നാട്ടിലാന്ന് പറഞ്ഞിട്ട് നമ്മള് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആയിരിക്കും. ഇത്രയും സമയമൊക്കെ മനുഷ്യന്റെ ഈ 8:30 അറിയാതാടി. അടിപൊളിയായില്ലേ? അടിപൊളിയല്ലേ? നല്ല ചൂട്, നല്ല ചൂട്. ആദ്യം തന്നെ മുളക് സത്യം പറഞ്ഞാൽ ഈ ശരവണ ഭവനിലൊക്കെ വന്നിട്ട് ചൂട് ഫുഡൊക്കെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ കോഫി വന്നു, നല്ല ഫിൽറ്റർ കോഫി വന്നു, വട കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഹാപ്പി ഓണം ഒക്കെ എല്ലാവരും വിഷ് ചെയ്യാൻ തുടങ്ങിയോ? ഇതെന്താ എല്ലാവരുടെയും പരിപാടി? സദ്യ കഴിക്കുക, പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും. മൈൻഡാക്കണ്ട, ഭയങ്കര ചൈൽഡിഷ് ബിഹേവിയർ മൈൻഡ് ചെയ്യട്ടെ, ഇങ്ങനെ പറഞ്ഞ് കാണിക്കും. പിന്നെ ഇപ്പം എല്ലാവരും പരിപാടി എന്താ? ബന്ധുവീടുകളിലൊക്കെ പോവുക, അങ്ങനെയൊക്കെയാണോ? എന്താ എല്ലാവരും പരിപാടി എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. നോർമൽ സാമ്പാർ, ടൊമാറ്റോ ചട്നി, കോക്കനട്ട് ചട്നി, ഗ്രീൻ ചട്നി, സൂപ്പർ. ഈ ദോശ ഇങ്ങനെ സൈഡിൽ എന്നിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ട്. ഈ സൈഡിൽ നിന്ന് ചീസ് കിട്ടുന്നു. ചൂടാണ്, ചീസ് കൂടെ ആയതുകൊണ്ട് ചൂടാണ്. അതിങ്ങനെ എടുത്തിട്ട് ഈ ചട്നി മാത്രം. അങ്ങനെ നമ്മൾ ദോശയും നെയ്റോസ്റ്റും ഒക്കെ കഴിച്ചിട്ട് കുറച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പഴയകാല ഓണം ഓർമ്മകളൊക്കെ അയവിറക്കി കുറച്ച് നേരം എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ പാരമറ്റ റിവർ വാക്ക് പോകാമെന്ന് അച്ഛൻ സജസ്റ്റ് ചെയ്തു. നല്ലൊരു സ്ഥലമാണെന്നു അത്. പോകാം പാരമറ്റ റിവർ വാക്ക് ഏരിയയിലേക്ക്. അച്ഛാ, നമ്മുടെ ഇപ്പോഴത്തെ ഓണം നമ്മൾ രണ്ടുപേരും മാത്രമല്ല, ഭയങ്കര കുഞ്ഞോണമാണല്ലോ. അപ്പൊ നമ്മുടെ വീടുകളിൽ മീൻസ് നമ്മൾ രണ്ടുപേരും ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ ഓണാഘോഷിക്കുന്നതെന്ന് നമുക്ക് രണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയത്തില്ലല്ലോ. നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞാലോ? എന്റെയൊക്കെ ഞാൻ 2 ടൈപ്പ് ഓണം ഞാൻ നീ ഇത് പറയുന്ന പോലെ ഈ കുഞ്ഞോണം എന്ന് നമ്മൾ പറയത്തില്ല, അങ്ങനെയൊക്കെ ഞാനും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ജനിച്ചോളന്നെല്ലാം ഖത്തറിലായിരുന്നു. അപ്പൊ ഞാനും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും റോബിനും അച്ഛനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഞങ്ങളെ ഓണം പരിപാടിയൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഓണപരിപാടി എന്നൊന്നും പറയാനായിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ല. ബേസിക്കലി ഫുഡ് അടി അതായിരുന്നു ഞങ്ങളുടെ ഓണപരിപാടി എന്ന് പറയുന്നത്. സദ്യ അല്ല, ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങള് അപ്പോൾ അമ്മയോടൊക്കെ പറഞ്ഞ അമ്മ ഒരു 10-16 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കി നല്ല വാഴയിലൊക്കെ വിരിച്ച് താഴേക്ക് ഇരുന്ന് ആദ്യമൊക്കെ മേടിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ഇതൊക്കെ വിരിച്ച് ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചുമടപ്പെട്ടു. അപ്പൊ എനിക്ക് നല്ല വണ്ണമുള്ള കൂട്ടത്തിലായിരുന്നു പണ്ട് തൊട്ട്. അപ്പൊ ആദ്യം കാലിങ്ങനെ മടക്കിയൊക്കെ ചെയ്ത് ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ വയസ്സ് അവസാനം കിടന്നൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ കിടന്നൊക്കെ തിരിഞ്ഞിങ്ങനെ കിടന്നിട്ട് നമ്മളിങ്ങനെ ചോറ് 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ഒക്കെ ആകുമ്പം തന്നെ കഴിക്കുന്ന പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേ നമ്മളിങ്ങനെ കുഞ്ഞങ്ങ് വരും. അങ്ങനൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് ആ പരിപാടി പറ്റത്തില്ല, അത് മനസ്സിലായപ്പോ ടേബിളിലായി.
ടേബിളിലായി നമ്മുടെ പരിപാടികളെല്ലാം. നീ എങ്ങനെയൊക്കെയായിരുന്നു? എന്റെ ഓണമെന്ന് വെച്ചാല് ഞങ്ങള് അമ്മ വീട്ടിലായിരുന്നു ആഘോഷിക്കുന്നത്. അപ്പൊ അമ്മ വീട്ടിലെന്ന് വെച്ചാല് അപ്പച്ചൻ, അമ്മച്ചി, ആന്റി, പിന്നെ വല്യമ്മച്ചി ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഞങ്ങളെ വിളിക്കും, പപ്പ, അമ്മ, ഞാന്, ലിനറ്റ്, പിന്നെ ലിൻഡാപ്പി കാണും. പിന്നെ ആന്റിമാരെ വിളിക്കും, പള്ളിപ്പാട്ടയും ആലുവയിലെ ആന്റിമാരെ വിളിക്കും, അവരുടെ ഫാമിലി കാണും. സോ ഞങ്ങള് അപ്പൊ കുറെ പിള്ളേരാകും, കുറെ വലിയവരാകും, ഭയങ്കര രസാ. ലൈക്ക് ഞാൻ ഊഞ്ഞാലൊക്കെ കെട്ടിത്തരും വെളിയില്. അപ്പൊ ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ നിന്നോണ്ട് ആടാൻ പറ്റുമോ എന്ന് നോക്കും, ഒരു ഊഞ്ഞാല് രണ്ടുപേര് ചേർന്ന് ആടാൻ പറ്റുമോ എന്ന് നോക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ട് ആടാൻ പറ്റുന്ന ആരാ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഓണത്തിന് ഒരു 1 week ബാക്ക് തങ്കച്ചനപ്പച്ചൻ ഒരു കൊല കൊണ്ട് കൊടുക്കും ഉപ്പേരി വറക്കാൻ. അപ്പോൾ അമ്മച്ചിയാണെങ്കിൽ അത് ഉപ്പേരി വറക്കും, ഏത്തക്ക ഉപ്പേരി വറക്കും, പിന്നെ കപ്പ മിടിച്ച കപ്പയുപ്പേരി, പിന്നെ നമ്മുടെ ചേമ്പോ അങ്ങനെന്തോ സംഭവം വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കും. പിന്നെ കടുകളൊക്കെ എന്താണെന്ന് അറിയാമോ ചേച്ചിന്, മറ്റേ ഉണ്ട അതുണ്ടാക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എടാ അമ്മച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മിക്സ് ചെയ്യും, സെപ്പറേറ്റ് കീപ്പ് ചെയ്യത്തില്ല. എന്നിട്ട് വലിയ പാട്ടുകളിലാക്കി ഇത് കീപ്പ് ചെയ്യും. എന്നിട്ട് ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ലിൻഡാപ്പയുടെ ഒക്കെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ കപ്പയുപ്പേരിയും കടുകളൊക്കെയാണ്. ഞങ്ങൾ ഇങ്ങനെ ചെന്നിട്ട് അപ്പൊ ഇങ്ങനെ പറയും, അത് തുറന്നു വെക്കരുത്, കുറെ സമയം അതിലിട്ട് അടച്ച് വാരരുത്, കാരണം തണുത്തു പോകത്തില്ലേ. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഉറങ്ങുന്ന സമയമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ടത് മാത്രം പറക്കും. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം പരിപാടി. എന്നിട്ട് അപ്പൊ ആ സമയത്ത് വലിയവരെല്ലാവരുടെ സദ്യ ഉണ്ടാക്കും. ഈ സദ്യ എല്ലാം കഴിച്ച് അതൊരു മേളം തന്നെയാ. കുഞ്ഞുപിള്ളേർക്ക് തറയിൽ ഇരുത്തി കൊടുക്കും, ഞങ്ങൾക്ക് തറയിൽ ഇരുത്തി തരും, വലിയവരാണെങ്കിൽ ടേബിളിൽ ഇരുന്ന് കഴിക്കും. എല്ലാവരും ഒരേ സമയം കഴിച്ചു തീർക്കും. ഈ 2 പന്തി അങ്ങനത്തെ പരിപാടിയില്ല. സോ എല്ലാവരുടെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരിച്ചു നേരമൊക്കെ റെസ്റ്റ് ഒക്കെ ചെയ്യും എല്ലാവരും. കാരണം സദ്യ കഴിഞ്ഞാൽ ഉറക്കം റെസ്റ്റ് ആണല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ അതാണ് രസം. അപ്പച്ചൻ നടുക്കിരിക്കും, 2 ആന്റിമാരും അവരുടെ ഫാമിലി എല്ലാം ഇരിക്കും, ഞങ്ങളെല്ലാം ഇരിക്കും, അമ്മച്ചിമാരിരിക്കും. ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ഒരുപാട് കഥകൾ പറയും, അവരുടെ കുഞ്ഞിലത്തെ കാര്യങ്ങൾ പറയും. അപ്പൊ നമ്മൾ അതുമായിട്ടുള്ള കമ്പാരിസൺ വരും. ചിലപ്പോൾ നമ്മൾ പൊളിറ്റിക്സ് ആയിരിക്കും പറയുന്നത്, ചിലപ്പോൾ നമ്മൾ റിലീജൻ ആയിരിക്കും പറയുന്നത്. അങ്ങനെ ഒരുപാട് കഥകൾ പറയും. അങ്ങനെ പറഞ്ഞ് അന്ന് രാത്രിയിലും പിറ്റേ ദിവസം രാവിലെ ഒക്കെ ആയിട്ട് ഈ വന്നുകൂടിയ എല്ലാവരും പിരിഞ്ഞു പോകും. ലൈക്ക് പിന്നീടുള്ള അടുത്ത വർഷത്തെ ഓണം വരെ അത് മതി, ഇപ്പോഴും അത് മതി ഓർക്കാൻ. ഇങ്ങനത്തെയൊക്കെ പരിപാടി ഞാൻ പിരിച്ച് നാട്ടിലെ ഒരു 10ാം ക്ലാസ് ആയല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. അപ്പോഴത്തേക്ക് ഇങ്ങനെ റീന മാമ, പിന്നെ അപ്പച്ചൻ, അമ്മച്ചി, ഞാന്, കുഞ്ചാച്ചൻ ഫാമിലി, അവര് മിക്കവാറും കാണത്തില്ലായിരുന്നു. കാരണം അവരും ഇങ്ങനെ ഗൾഫ് ഖത്തറിൽ തന്നെയായിരുന്നു. അവര് പിന്നെ എല്ലാരും കൂടെ ഒത്തുകൂടി കഴിഞ്ഞ് നമ്മളെല്ലാവരും കസിൻസ് ബേസിക്കലി ഒരു കസിൻസ് ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ സമയമായിരുന്നു. ഞങ്ങളുടെയൊക്കെ പരിപാടി ഓക്കെ ഒന്ന് ഊഞ്ഞാലായിരുന്നു. പിന്നെ ഉള്ളത് ഫുട്ബോൾ ആയിരുന്നു. പിന്നെ ഫുട്ബോൾ ഭ്രാന്താവുന്ന സമയമാണ് ഞങ്ങളെല്ലാവരും. പിന്നെ ഓണക്കോടിയൊക്കെ കിട്ടായിരുന്നോ? ഓണക്കോടിയൊക്കെ പിന്നെ കിട്ടുമായിരുന്നു. അതൊക്കെ എല്ലാ വർഷവും ഉള്ള ഒരു പരിപാടിയായിരുന്നു. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള സമയം എന്ന് വെച്ചാൽ വിഷുവിന്റെ സമയത്ത് വിഷുക്കൈ നീട്ടം. എനിക്ക് 12,000 എനിക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 12,000 rupees. ഓണത്തിന്റെ സമയത്ത് ആന്റിമാര് വരുന്ന വേറൊരു വലിയ സന്തോഷം എന്ന് വെച്ചാൽ ആന്റിമാരെല്ലാം ഡ്രസ് എടുത്തു തരും. അപ്പൊ നമുക്ക് എങ്ങനെ പോയാലും ഓണം ആകുമ്പോൾ അപ്പച്ചൻ, അമ്മച്ചി, പപ്പ, അമ്മ, ആന്റിമാര് ഇവരെല്ലാം ഇറങ്ങുന്ന ഒരു 4-5 ഓണക്കോടിയെങ്കിലും കിട്ടും. ഇതായിരുന്നു പിന്നത്തെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഇനിയിപ്പോ ഉള്ള പരിപാടികൾ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ നേച്ചർ വ്യൂ ഒക്കെ നമ്മൾ നോക്കിയിരിക്കുകയാണ്. നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കട്ടെ. ബാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആൾക്കാർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ പാരമറ്റ ലേക്സിന്റെ ഏരിയ. അതെ, ഇത് പാരമറ്റ ലേക്ക് ആണ്. ഇവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ചു നേരം നേച്ചറുമായിട്ട് പക്ഷികളെ പേടിയുള്ളവർക്ക് പറ്റിയ സ്ഥലമല്ല. മാറ്റി വെച്ച് കാം ആവാനും നേച്ചറുമായിട്ട് കണക്ട് ആവാനൊക്കെ ആയിട്ടുള്ളൊരു നല്ല എനിവേ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നല്ല അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങൾ സദ്യ കഴിക്കാൻ പോകും. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഏകദേശം സമയം 2 മണിയായിരുന്നു. സോ അത് തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിവിടെ ചെല്ലുമ്പോൾ ഒരു 3-4 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന 2 പേര് നമ്മൾ ചോദിച്ചിട്ടാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവർ കർണാടക ബേസ് ചെയ്തിട്ടുള്ള 2 ആൾക്കാർ, മലയാളികളല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ സദ്യയൊക്കെ കഴിച്ചിരുന്നപ്പം അവർ നമ്മളെ പരിചയപ്പെട്ടു, നമ്മൾ അവരെയും പരിചയപ്പെട്ടു. അവരിപ്പം ഒരുപാട് മലയാളി ഫ്രണ്ട്സ് ഉള്ളവരാണ്. സോ അവർ കേരളത്തെയും ഓണത്തെയൊക്കെ എന്തോരം വാല്യൂ ചെയ്യുന്നു എന്നുള്ളത് ഈ ഓണത്തിന് അവർ ഈ സദ്യ കഴിക്കാൻ വന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ.
ഞങ്ങളോട് അവരൊരുപാട് സംസാരിച്ചു. അവർക്ക് മലയാളി ഫുഡും ഒക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അവർക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവും, പക്ഷേ പറയാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരോട് കുറച്ച് സംസാരിച്ചു, സദ്യ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ വിളമ്പാൻ നിന്ന 2-3 ചേച്ചിമാരുണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ചു. അവരൊക്കെയാണെങ്കിൽ ആ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇന്നലെ മുതൽ എത്രയോ ആളുകൾക്ക് വേണ്ടി ഒരു സദ്യ പ്രിപ്പയർ ചെയ്യാൻ വിളമ്പുമൊക്കെ. സോ ആ തിരക്കിൽ അവരിതുവരെ നമുക്ക് വിളമ്പി നമ്മുടെ വയറ് നിറയ്ക്കുമ്പോൾ അവരുടെ വയറ് നിറഞ്ഞിട്ടില്ല. സോ അങ്ങനെയും ഓണത്തിന് നിൽക്കുന്ന ആളുകളുണ്ട്. സോ അങ്ങനെ നമ്മൾ നല്ലൊരു സദ്യയൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കഴിച്ച് അങ്ങനെ ഈ വർഷത്തെ ഒരു ഓണം അങ്ങനെ പതുക്കെ ഇത് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഓണമാണ്. സോ ഇച്ചിരി സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഫോട്ടോസൊക്കെ താഴെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. സോ ഞങ്ങളുടെ ഈ ഓണം ഞങ്ങളുടെ എല്ലാ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിലെ ആദ്യത്തെ ഓണം. ഇനി ഒരുപാട് ഓണങ്ങൾ ഇങ്ങനെ ഉണ്ടാവട്ടെ. സോ അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. സോ നിങ്ങൾക്കും ഒരുപാട് നല്ല ഓണങ്ങൾ ഇനിയും എല്ലാ ഐശ്വര്യങ്ങളും ഓണത്തിൻ്റെതായ ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.